ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് അഡ്മിൻ സെന്റർ വഴി അഡ്മിൻ എങ്ങനെ ഒരു പുതിയ യൂസറിനെ ആഡ് ചെയ്യാം, അതേപോലെ ഒരു യൂസറിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ആദ്യമായി മൈക്രോസോഫ്റ്റ് അഡ്മിൻ സെന്ററിന്റെ അകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണം. അതിന് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം admin.microsoft.com എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ admin.microsoft.com എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്മിൻ അക്കൗണ്ട് ആഡ് ചെയ്യാം. അഡ്മിൻ അക്കൗണ്ടിന്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അഡ്മിൻ സെന്ററിന്റെ അകത്തേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് ആദ്യം തന്നെ ഒരു ഇന്റർഫേസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമുക്കവിടെ നോക്കിയാൽ തന്നെ കാണാം യൂസർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്: ആഡ് യൂസർ, എഡിറ്റ് യൂസർ, റീസെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പുതിയ യൂസറിനെ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് യൂസർ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആഡ് യൂസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. സോ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്: ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡിസ്പ്ലേ നെയിം, അതേപോലെ യൂസർ നെയിം, നമ്മുടെ ഓർഗനൈസേഷന്റെ ഡൊമൈന്, പാസ്വേഡ് സെറ്റിംഗ്സ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു ഡെമോ ആയിട്ടൊരു യൂസറിനെ ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് നെയിം ആയിട്ട് ഡെമോ എന്ന് കൊടുത്തു, ലാസ്റ്റ് നെയിം യൂസറിനും കൊടുത്തു. ഡിസ്പ്ലേ നെയിം ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കമ്പനി ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാം. ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. സോ ഒരു ഇമെയിൽ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, അതാണ് യൂസർ നെയിം. സോ ഞാൻ ഈ യൂസറിന് വേണ്ടിയിട്ട് ഡെമോ യൂസറിന് കൊടുത്തു. സോ ഡെമോ യൂസർ അറ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡൊമൈൻ, അതായിരിക്കും ഈ യൂസറിന്റെ ഇമെയിൽ ഐ ഡി. ഓക്കെ, ഇനി പാസ്വേഡിന്റെ ഓപ്ഷൻസ് ആണ്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്: ഓട്ടോ ജനറേറ്റ് പാസ്വേഡ്, ലെറ്റ് മീ ക്രിയേറ്റ് ദ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. ഓട്ടോ ജനറേറ്റ് പാസ്വേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു യൂസറിന് മൈക്രോസോഫ്റ്റ് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യും. സോ അത് വേണ്ട, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ക്രിയേറ്റ് എ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്: റിക്വയർ ദിസ് യൂസർ ടു ചേഞ്ച് ദർ പാസ്വേഡ് വെൻ ദേ ഫസ്റ്റ് സൈൻ ഇൻ. അതായത് ഇതിപ്പോൾ നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു യൂസർ ഈ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ആ യൂസറിന് ഒരു ഓപ്ഷൻ ചോദിക്കും, കറന്റ് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ചോദിക്കും. അങ്ങനെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. അത് വേണ്ട, നമ്മൾ ജനറേറ്റ് ചെയ്ത പാസ്വേഡ് തന്നെ പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അൺടിക്ക് ചെയ്ത് കൊടുത്തു. സോ നമ്മളിപ്പോൾ കൊടുത്ത ഈ പാസ്വേഡ് തന്നെ ഈ യൂസറിന് പെർമനന്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നുള്ള ഒരു ഓപ്ഷനാണ് സെൻഡ് പാസ്വേഡ് ഇൻ ഇമെയിൽ അപ്പോൺ കംപ്ലീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ യൂസർ ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമെയിൽ, ഈ ഒരു നമ്മളിവിടെ കൊടുക്കുന്ന ഒരു ഇമെയിലിലേക്ക് ആ യൂസറിന് ഈ പാസ്വേഡ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്യാം. ഞാനത് അൺടിക്ക് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, ഇനിയുള്ളത് പ്രൊഡക്റ്റ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഈ യൂസറിന് നമ്മൾ എന്ത് ചെയ്യണം? ലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ലൈസൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു സ്കൂൾ ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ഓൾ ഫാക്കൽറ്റി, സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുള്ള 2 ലൈസൻസ് ആവും മെയിൻ ആയിട്ട് ഉണ്ടാവുക. സോ നമ്മൾ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റിന്റെ ലൈസൻസ് കൊടുക്കുക, ടീച്ചർ ആണെങ്കിൽ ഫാക്കൽറ്റിന്റെ ലൈസൻസ് കൊടുക്കുക. ഞാനിപ്പോൾ ഈ യൂസറിന് സ്റ്റുഡന്റിന്റെ ലൈസൻസ് കൊടുത്തു. ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ത്യ കൊടുത്തു.
അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ലൈസൻസ് ഇല്ലാതെയും യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് യൂസർ വിത്തൗട്ട് പ്രൊഡക്റ്റ് ലൈസൻസ്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. സോ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓപ്ഷണൽ സെറ്റിംഗ്സ് ആണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. അതായത് ഈ യൂസറിന്റെ പ്രൊഫൈൽ ഇൻഫോ ഇത് ക്ലിക്ക് ചെയ്താൽ കാണാം, ഇവിടെ കുറെ ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കും. ജോബ് ടൈറ്റിൽ, ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ ഓഫീസ്, ഇതൊക്കെ ഓപ്ഷണൽ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും കൊടുക്കാതെ ലീവ് ചെയ്ത് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിന്റെ ഒരു റിവ്യൂ കാണാം. എന്തൊക്കെ നമ്മൾ കൊടുത്ത ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമും, നമ്മൾ കൊടുത്ത ഇമെയിൽ ID, അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം. നമ്മൾ കൊടുത്ത പാസ്വേഡ്, അതേപോലെ ഏത് ലൈസൻസ് ആണോ കൊടുത്തത് അതിവിടെ കാണാൻ സാധിക്കും. എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനിഷ് ആഡിംഗ് എന്നുള്ള ബട്ടൺ കൊടുത്തതിന് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു യൂസറിനെ ആഡ് ചെയ്തു. ഇനി നമുക്ക് ആ യൂസറിനെ വ്യൂ ചെയ്യണം. അതിന് ലെഫ്റ്റ് സൈഡിൽ കാണാം, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. യൂസേഴ്സ്, ഗ്രൂപ്പ്സ്, ബില്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ യൂസേഴ്സ് ക്ലിക്ക് ചെയ്താൽ ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാണാം. ആക്റ്റീവ് യൂസേഴ്സ് ക്ലിക്ക് ചെയ്യാം. ആക്റ്റീവ് യൂസേഴ്സ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓർഗനൈസേഷനിലകത്തുള്ള യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സിനെ. സോ ഇതിനകത്ത് നിന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സിനെ കാണണം. സോ ഞാനിപ്പോൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ സെർച്ച് ചെയ്യണം. ഡെമോ യൂസർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. യൂസറിന്റെ യൂസർ ID, പാസ്വേഡ്, അതേപോലെ കോണ്ടാക്ട് ഇൻഫർമേഷൻസ്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി ഒരു യൂസറിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ ആഡ് ചെയ്ത യൂസറിനെ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ യൂസറിനെ സെലക്ട് ചെയ്തതിന്റെ ശേഷം ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ യൂസറിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഡിലീറ്റ് യൂസർ എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂസറിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡിലീറ്റ് യൂസർ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ട് ഈ യൂസറിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ യൂസർ ഡിലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത യൂസറിന്റെ ലൈസൻസ് അൺഅസൈൻഡ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. സോ ഇങ്ങനെയാണ് ഒരു യൂസറിനെ ആഡ് ചെയ്യുന്നതും നമുക്ക് ആവശ്യമുള്ള യൂസേഴ്സിനെ ഡിലീറ്റ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. ഈ യൂസേഴ്സിനകത്ത് ആക്റ്റീവ് യൂസേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടുന്ന് യൂസറിനെ ആഡ് ചെയ്യാം. അതിന് ആഡ് ആ യൂസർ എന്നുള്ള ഓപ്ഷൻ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.